അഹ്ലു ബൈത്തിലെ ഏറ്റവും വലിയ വനിതയാണ് ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിക്കണേ, ഫാത്തിമ ബീവിയുടെ മഹത്വം പഠിക്കണേ. എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരങ്ങളൊക്കെ ശ്രദ്ധിക്കണേ. നമ്മൾ കേൾക്കാത്ത ചരിത്രങ്ങളാ. അള്ളാഹുവിൻ്റെ റസൂൽ ഏറെ സ്നേഹിച്ച പൊന്നുമോളാണ് ഫാത്തിമ. ആ ഫാത്തിമ ബീവിയുടെ നടത്തം, ഫാത്തിമ ബീവിയുടെ ഇരുത്തം, അള്ളാഹിൻ്റെ റസൂലിനെ പോലെ സൗന്ദര്യമുള്ള പൊന്നുമോളാണ് ഫാത്തിമ. ഹബീബായ മുത്തുനബി തങ്ങൾ പരിശുദ്ധമായ മദീനത്തേക്ക് കടന്നു വന്നപ്പോ മക്കത്ത് നിന്ന് എല്ലാം ഇട്ടിട്ട് ശത്രുക്കളുടെ ഉപദ്രവം കാരണം പരിശുദ്ധമായ മദീനത്തിന്റെ മണ്ണിലേക്ക് അല്ലാഹുവിന്റെ റസൂല് വന്നപ്പോ അൻസാരികൾ എല്ലാം മുത്ത് റസൂലിന് കൊടുത്തു. പക്ഷേ ആരംഭ പൂവിന്റെ മുഖത്ത് സന്തോഷം വരുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുന്നില്ല. മുത്തുനബി തങ്ങൾക്ക് സന്തോഷമാകുന്നില്ല. മദീനക്കാര് വിഷമിച്ചു പോയി. യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ, എന്താണ് നബിയേ, ഞങ്ങൾ തന്നത് കുറഞ്ഞു പോയോ നബിയേ? ഞങ്ങൾ വീട് തരാം ഹബീബേ, ഞങ്ങളുടെ മക്കളെ തരാം ഹബീബേ, സ്വത്ത് തരാ നബിയേ, എന്ത് വേണമെങ്കിലും അങ്ങേക്ക് വേണ്ടി തരാ നബിയേ. ആരംഭ റസൂലിന്റെ മുഖത്ത് സന്തോഷം വന്നില്ല. മുത്തുനബി തങ്ങൾ ചോദിച്ചു, എവിടെ ഫാത്തിമ, എവിടെ എൻ്റെ പൊന്നുമോള് ഫാത്തിമ, എവിടെ? ഞാൻ ഈ പരിശുദ്ധമായ മദീനത്തേക്ക് പുറപ്പെടുന്നതിന് മുമ്പ്, എനിക്ക് മുമ്പേ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ എൻ്റെ പൊന്നുമോളെ ഒട്ടകപ്പുറത്ത് ഞാൻ കടത്തി വിട്ടിരുന്നു. അൻസാരികളെ, ശത്രുക്കൾ എന്നെ കണ്ടാൽ അവര് വധിച്ചു കളയും. അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് ഫാത്തിമ, മുത്ത് റസൂലിന്റെ തങ്കക്കുടം ഫാത്തിമ, സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരു ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റിയിട്ട് ഞാൻ പറഞ്ഞു വിട്ടതാ, എനിക്ക് മുമ്പേ പരിശുദ്ധ മദീനത്തേക്ക് എത്തേണ്ട പൊന്നുമോളെ ഫാത്തിമ, എവിടെ എൻ്റെ ഫാത്തിമ, എവിടെ? ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. മുത്ത് റസൂല് വല്ലാതെ വിഷമിച്ചു. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവിയും ഒട്ടകപ്പുറത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കള് ആ മരുഭൂമിയിൽ ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ വധിക്കുന്നതിന് വേണ്ടി കാത്തിരുന്നപ്പോ ദൂരെ നിന്നും കടന്നു വരുന്ന മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോ ഫ്രണ്ടിൽ നിൽക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ശത്രുക്കളാണ്. അവരെന്നെ കണ്ടു കഴിഞ്ഞാൽ, അവര് കണ്ടു കഴിഞ്ഞാൽ ആരംഭ റസൂലിന്റെ പൊന്നുമോൾ അവര് വധിച്ചു കളയുമല്ലോ. സയ്യിദ് റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ മുമ്പിലേക്ക് വന്നിട്ട് ചാടി അങ്ങോട്ട് ഇറങ്ങുകയാ. സയ്യിദ് തങ്ങളെ കണ്ടപ്പോ ശത്രുക്കൾ മുഴുവനും ചോദിക്കുന്നു, ഇവൻ അല്ലാഹുവിന്റെ റസൂലിന്റെ, ഇവൻ മുഹമ്മദിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവൻ മുഹമ്മദിന്റെ അനുയായിയാണ്, അതുകൊണ്ട് ഇവനെ വെറുതെ വിടാൻ പാടില്ല. സയ്യിദ് റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ മുഖത്ത് നിന്നും, ഒട്ടകത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടി ഇറങ്ങിയിട്ട്, എന്റെ ജീവൻ പോകുന്നത് വരെ, എന്റെ ജീവൻ പോയിട്ടല്ലാതെ മുത്തുനബി തങ്ങളുടെ പൊന്നുമോളെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. സയ്യിദ് റളിയല്ലാഹു അൻഹു ചാടി അങ്ങോട്ട് ഇറങ്ങുമ്പോ ശത്രുക്കള് ആ ഒട്ടകത്തിന്റെ പുറത്തേക്ക് നോക്കുന്നു. ആരാണ് ആ ഒട്ടകത്തിന്റെ അകത്ത്? ഫാത്തിമ ബീബി അത്ഭുതപ്പെട്ട് പെട്ടെന്ന് ഒട്ടകം നിന്നതല്ലേ, എന്താണ് സംഭവമെന്നറിയാൻ ആ ഒട്ടകത്തിന്റെ മൂടുപലക അങ്ങോട്ട് മാറ്റിയിട്ട് അടിയിലേക്ക് നോക്കുമ്പോ ആരംഭ റസൂലിന്റെ ശത്രുക്കൾ നിൽക്കുകയാ. അവര് ഫാത്തിമയെ കാണുകയാ. ശത്രുക്കളെ വിളിച്ചു പറഞ്ഞ്, ദേ മുഹമ്മദിന്റെ പൊന്നുമോള് ഫാത്തിമ, അവളെ വിടാൻ പാടില്ല, വെട്ടടാ ഒട്ടകത്തിന്റെ കാല്, വെട്ടടാ ഒട്ടകത്തിന്റെ തല, അവളെ ഈ മരുഭൂമിയിൽ വെറുതെ വിടാൻ പാടില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹു ആ ഒട്ടകത്തിന്റെ പുറത്തിരുന്നപ്പോ ആ ഒട്ടകത്തിന്റെ കാല് വെട്ടി മാറ്റുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് മരുഭൂമിയിലേക്ക് വീണ് മണൽ തരത്തിൽ ഇങ്ങനെ ഉരുണ്ട് കിടക്കുകയാ. ആ സമയത്ത് സയ്യിദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഫാത്തിമ, ആ കാണുന്ന വഴിയിൽ കൂടി പോയിക്കോ ഫാത്തിമ, അത് മദീനത്തേക്കുള്ള വഴിയാ, അത് യസ്രിബിലേക്കുള്ള വഴിയാ, അതിനെ പോയാ നിനക്ക് മദീനത്തെത്താം. ഇവര് കണ്ടാല് അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷണമല്ലേ, നിന്നെ കൊന്നു കളയും ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ സയ്യിദ് തങ്ങൾ കാണിച്ചു കൊടുത്ത ആ വഴിയിലൂടെ നടന്നു പോയപ്പോ അല്ലാഹുവിന്റെ റസൂൽ മദീനത്ത് വിഷമിച്ച് കരഞ്ഞുകൊണ്ട് നിന്നപ്പോ ഒരു അനുചരൻ ഓതി വന്നിട്ട്
വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഫാത്തിമ എങ്ങും പോയിട്ടില്ല നബിയേ. അതാ നോക്കൂ, അതാ ഫാത്തിമ കടന്നു വരുന്നു നബിയേ. മുത്തുനബി തങ്ങൾ നോക്കുമ്പോ ഫാത്തിമ ബീവി ആരംഭ റസൂലിന്റെ അരികിലേക്ക് കടന്നു വരുന്നു. മുത്തായ നബി തങ്ങൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിട്ട് ചുംബനം കൊടുത്തിട്ട് ചോദിച്ചു, മോളെ ഫാത്തിമ, നിന്റെ ശരീരത്തിൽ മണ്ണ് പറ്റിയല്ലോ മോളെ, നിന്റെ കൈകാലുകൾ മുറിഞ്ഞിരിക്കുന്നല്ല മോളെ, നിനക്കെന്ത് പറ്റിപ്പോയെന്ന് ചോദിച്ചപ്പോ, നിനക്കെന്ത് പറ്റി ഫാത്തിമ എന്ന് ചോദിച്ചപ്പോ ഫാത്തിമ ബീവി നടന്ന സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ശത്രുക്കളെ മുഴുവനും വധിച്ചു കളഞ്ഞിട്ട് ആരംഭ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജീവൻ പോയാലും ആരംഭ റസൂലിന്റെ തങ്കക്കുടത്തിന് ഒന്നും ഞാൻ സംഭവിപ്പിക്കില്ല നബിയേ എന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് മുത്ത് റസൂൽ അതല്ലേ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, മൻ അഹബ്ബ ഫാത്തിമ ഫഖദ് അഹബ്ബനി. ആരെങ്കിലും എൻ്റെ ഫാത്തിമയെ ഇഷ്ടം വെച്ചാൽ, ആരെങ്കിലും എൻ്റെ ഫാത്തിമയെ പ്രണയിച്ചാൽ അവൻ എന്നെ പ്രണയിച്ചിരിക്കുന്നു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ.